ഞാൻ പള്ളിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പലതും പഠിച്ചുവെങ്കിലും എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ സ്വർഗത്തിൽ ദൈവം മാറ്റിമറിക്കുവാനുണ്ടായ വ്യത്യസ്തമായ ഒരു അനുഭവം, ലോകത്തിന് നടുവിൽ ലോകപ്രകാരം ജീവിച്ചപ്പോൾ പാപത്തിന്റെ ചില അവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കുവാനിടയായി. ലോകത്തിൽ എന്ത് കാണുന്നു, എന്ത് നോക്കുന്നു, അതിനനുസരിച്ച് ജീവിതചര്യകൾ മാറുവാൻ തുടങ്ങി. എന്റെ മുടിയുടെ സ്റ്റൈല് മാറി. എന്റെ ഹെയർ സ്റ്റൈല് മൈക്കിൾ ജാക്സൺ പോലെ ഒരാള്, അല്ലെങ്കിൽ ഇന്ത്യൻ അപ്പാച്ചി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ, ഓരോ സ്റ്റൈൽ ആരെ കാണുന്നു ആ സ്റ്റൈലിൽ. സിനിമാ നടൻ റഹ്മാന്റെ സ്റ്റൈലിൽ കുറെ നാള് മുടിയിട്ടുകൊണ്ട് നടന്നു. കമലഹാസൻ സ്റ്റൈലിൽ കുറെ നാൾ മുടി ചീകൊണ്ട് നടന്നു. ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം കാണിക്കാമോ ആ രീതിയിലെല്ലാം ആയിത്തീർന്നു. കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അന്നും ഇടയായില്ല. എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ എന്നെ ചതിച്ച ഒരാളോട് പകരം വീട്ടുവാൻ വേണ്ടി, ഒരു സിനിമാ സ്റ്റൈലിനോട് പകരം വീട്ടുവാൻ വേണ്ടി ബോംബെയിൽ കടന്നുപോയി. കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെട്ട് തിരിച്ചു വന്ന് അയാളെ തോക്കുകൊണ്ട് വെടിവെച്ചു കൊല്ലണം എന്നുള്ള ചിന്തയിൽ ആശ്രയിച്ച് ആര്യൻ എന്ന് പറയുന്ന സിനിമയിലെ മോഹൻലാലിനെ പോലെ ആകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ബോംബെയിൽ പോകാൻ വേണ്ടി ട്രെയിൻ കയറുവാൻ വേണ്ടി വന്നപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്റെ പേഴ്സ് ആരോ അടിച്ചു മാറ്റി. അങ്ങനെ തന്നെ ആ ഒരു കാരണത്താൽ തന്നെ ഞാൻ പിന്നത്തേതിൽ പോകാൻ കഴിയാതെ ഭാരപ്പെട്ടു. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ എന്റെ നേരെ കഴിച്ചുകൊണ്ട് നാളെ പോലും അടിക്കണമെന്നുള്ള ചിന്താധിക്കാനായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിൽ നിന്നൊക്കെയും വിടുവിച്ചു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ ദൈവത്തിന്റെ അടുക്കൽ വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ദൈവമായി നിങ്ങളോട് കൂടെയിരിക്കും. ദൈവം ഞാൻ തേടി ചെന്നതല്ല, എന്നെ തേടി വന്നതാണ്. കാരണം നമ്മെ തേടി വന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവനോടെ നിൽക്കുന്നു. ഞാനൊരു സാക്ഷ്യം വേഗത്തിൽ പറയട്ടെ. അങ്ങനെ തന്നെ ഞാൻ മുൻപോട്ട് പോയി ലോകപ്രകാരം ജീവിച്ചു. ബ്രേക്ക് ഡാൻസ് കളിച്ചു, സിനിമാറ്റിക് ഡാൻസ്. ഇന്നാണ് സിനിമാറ്റിക് ഡാൻസ് വന്നത്. എന്നാൽ കുറെ സമയങ്ങൾ പല രീതിയിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചും മറ്റു രീതിയിലുമൊക്കെ ലോകപ്രകാരം ജീവിച്ചു മുൻപോട്ട് പോയി. എന്നാൽ സംഭവിച്ചത്, സ്വർഗത്തിലെ ദൈവനെ സ്നേഹിച്ചതുകൊണ്ട് പകരം വീട്ടുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിച്ച് ഞാൻ പല രീതിയിൽ മുൻപോട്ട് പോയി. എറണാകുളത്ത് നിന്നും ഇടുക്കി കാണുവാൻ വേണ്ടി ഇടുക്കിയിൽ ചെന്നു. ഇടുക്കിയിൽ വെച്ച് മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ മരിക്കുവാൻ വേണ്ടി തുടങ്ങി. മരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ സമയത്താണ് അവിടെ വെച്ചൊരു സായിപ്പ് മദാമയും കണ്ടു. ആ സായിപ്പ് മദാമയോടും കൂടെ ജനുവരി ഒരു ഓർമ്മ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ആക്ഷൻ കാണിച്ചു. ഒരു ഗൈഡിനെ പോലെ നടന്നും അവർക്ക് ഇടുക്കി ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ചെന്നു. എന്നാൽ ആ ഇടുക്കിയിൽ ചെന്ന സമയത്ത് അവരെ കാണിച്ചു കൊടുത്ത രീതിയിൽ വളരെ തെറ്റായിരുന്നു. അവരോട് പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. കാരണം ഞാൻ അവരെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ പുറകെ നടന്നത്. അവരിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ആ പൈസയുമായിട്ട് ബോംബെ പോകണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാൻ. എന്നാൽ സംഭവിച്ചതോ, അവരുടെ കയ്യിൽ നിന്ന് പൈസ ലഭിച്ചില്ല. തുടർന്ന് ഞാൻ കോട്ടയത്ത് വന്ന അനുപമ തിയേറ്ററിന്റെ ഫ്രണ്ടിലുള്ള മെട്രോ ലോഡ്ജിൽ 14 നമ്പർ മുറിയിൽ 1990 ജാനുവരി മാസം 19 വെള്ളിയാഴ്ച രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ അവിടെ വന്ന് ഞാൻ കാത്തിരിക്കുന്ന സമയം എന്റെ കയ്യിൽ കുറെ ഉറക്കവിളികളുണ്ട്. അതെടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ലൈറ്റൊക്കെ പോയി ട്യൂബ് ഓഫ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു വോൾട്ടേജ് കംപ്ലൈന്റ് ആയിരിക്കുമെന്ന്. എന്നാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു പ്രകാശം ഞാൻ ആ മുറിയിൽ കണ്ടു. ആ പ്രകാശം എന്റെ അടുക്കലേക്ക്, എന്റെ മുഖത്തെ കാഞ്ഞു വീശി ഞാൻ ബെഡിലേക്ക് മറഞ്ഞു വീണു. ഞാൻ ആ സമയം അൺകോൺഷ്യസ് ആയിട്ടില്ല. ഞാൻ വളരെ ബോധത്തോടുകൂടി തന്നെ കിടക്കുന്നു. ആ തീകോളം കാർട്ടൂണിലെ സൂര്യനെ പോലെ എന്നോട് വാവിളിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. എന്നോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. യെശയ്യാവ് എന്ന പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എന്റെ ജന്മം തുടങ്ങി ഞാൻ അതുവരെ ആയിരുന്ന അവസ്ഥ, ഇനി ആകേണ്ടുന്ന അവസ്ഥ എന്ത് എന്ന് ആ തീകോളം എന്നോട് പറഞ്ഞു. ആ വാക്യം ഇതായിരുന്നു: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ആ വചനം എനിക്ക് തന്നു. വചനം എന്തെന്ന് അറിയാൻ വയ്യാത്ത, കാരണം ഞങ്ങൾ കത്തോലിക്കർക്ക് ഒരു കുഴപ്പമുള്ളത്, വചനം ശരിയായ രീതിയിൽ പഠിക്കുവാനായിട്ട് സാധിക്കത്തില്ല. വചനം പഠിക്കുന്നുവെങ്കിൽ ആ പഠിക്കുന്ന വചനം അതേ രീതിയിൽ ഗ്രഹിക്കാനും കഴിയത്തില്ല. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് തന്നെ
ശരിയായ രീതിയിലുള്ളതിന്. കാരണം ബൈബിളിൽ ഇല്ലാത്തത് പലതും എഴുതി വെച്ചും അവിടെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 10 കൽപ്പനകൾ തന്നെ വളരെ വ്യത്യസ്തമായ അനുഭവത്തിൽ എഴുതി വെച്ച് പഠിപ്പിക്കുന്നു, ബൈബിളിൽ ഇല്ലാത്തതാണ് എഴുതി പഠിപ്പിക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലായത്, ആ ദിവസം കഴിഞ്ഞു, നേരെ വെളുത്തു, റൂം പോയി വന്നു. റൂമിൽ മുട്ടി വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. ആ സമയം വരെയും ഈ തീകോളം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഈ പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് ആ രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന് എന്നോട് ഇടപെട്ട് എന്നെ വിടുവിച്ചെടുക്കുവാനായിട്ടിടയായി. ലോകം സമാധാനം തരാതിരിക്കുമ്പോൾ മരണത്തിന്റെ മുൻപിലേക്ക് കീഴടങ്ങിപ്പോയ എന്നെ, മരിക്കുവാൻ ഒരുങ്ങിയ എന്നെ സ്വർഗത്തിലെ ദൈവം സന്ദർശിച്ച് ആ മരണത്തിൽ നിന്നും എന്നെ വീണ്ടെടുക്കുവാനിടയായി. ഇന്ന് പകൽ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ഈ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചാൽ ആ ദൈവം നമുക്ക് തരുന്നത് മരണം മാറ്റി ജീവനെ തരുന്ന ദൈവമാണ്. ആ ദൈവം എന്റെ ജീവിതത്തിൽ പുതിയ ജീവനെ തരുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയട്ടെ, ഈ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അല്പം കഴിഞ്ഞു ഞാൻ നേരം വെളുത്തു അടുത്ത സിനിമാ തിയേറ്ററിലേക്കാണ് ഞാൻ പോയത്. സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന സമയം ഒരു പോസ്റ്റർ കണ്ട് ഞാൻ ആ പോസ്റ്റർ നോക്കിപ്പോയി. ആ സിനിമ പോസ്റ്ററിന്റെ ഇടയ്ക്കൽ മറ്റൊരു പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷൻ 1990 ജാനുവരി മാസം 22-ാം തീയതി തിങ്കളാഴ്ച മുതൽ 28-ാം തീയതി ഞായറാഴ്ച വരെ നടത്തപ്പെടുന്നു. റവറൻ നീൽ മീൽ ഓസ്ട്രേലിയ, പാസ്റ്റർ ഇ. തമ്പി, പാസ്റ്റർ അബ്രഹാം എന്നിവർ ദൈവവചനത്തിൽ സംസാരിക്കുന്നു. ബ്രദർ ബിജു തമ്പിയുടെ നേതൃത്വത്തിൽ ഗാനശിശുണ്ടായിരിക്കുന്നതാണെന്ന് അതിനകത്ത് എഴുതിയിരുന്നു. ആ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ സ്ഥലം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, തീകോളം വീണ്ടും എന്റെ മുൻപിൽ വന്നു, എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്? ഞാനാണ് നിന്റെ അടുക്കൽ പറഞ്ഞത്, നീ വേഗത്തിൽ പോകാൻ പറഞ്ഞു. ഞാൻ വേഗത്തിൽ തന്നെ ചിങ്ങവനം ബസ്സിൽ കയറി ചിങ്ങവനത്തിൽ നിന്നിറങ്ങി. ചിങ്ങവനത്ത് ഇറങ്ങിയിട്ട് തുടർന്നും ഞാൻ പാസ്റ്റർ വി. തമ്പിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വഴി ചോദിച്ചു. എനിക്ക് പാസ്റ്റർ എന്ന് വിളിക്കാൻ അറിയില്ല. തമ്പിച്ചേട്ടന്റെ വീട്ടിൽ പോകാനുള്ള വഴി ഏതാണെന്ന് ചോദിച്ചു. ആ തമ്പിച്ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി അദ്ദേഹത്തിന് എന്റെ ഭാഷ മനസ്സിലാക്കാൻ എറണാകുളം സ്ലാങ് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. എന്നാൽ പറയട്ടെ, അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ആ പോകുന്ന വാഹനം കണ്ടു, അത് തമ്പിച്ചായന്റെ വാഹനമാണ്, അതിന്റെ പുറകെ പോയാൽ മതി. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ബെന്തിക്കോസുകാരുടെ പരിപാടിയാണ്. ബെന്തിക്കോസിൽ ചേർന്നാൽ പണം കിട്ടും, പണം കൊടുത്തും ആൾക്കാരെ മാറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ബെന്തിക്കോസ് പ്രസ്ഥാനമെന്ന് അന്ന് എന്നോട് എന്റെ പള്ളിയിലെ അച്ഛന്മാർ തുടങ്ങി പല ആളുകൾ, എന്റെ ബന്ധുമിത്രാദികളൊക്കെ പറഞ്ഞു തന്നിരുന്ന ഒരു കാര്യമായിരുന്നു ബെന്തിക്കോസുകാർ. കാരണം പെന്തക്കോസുകാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ അറിവ് അത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തേതുപോലെ പെന്തക്കോസുകാർ ഇത്രത്തോളം വളർന്നിട്ടില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു ചിന്ത ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് പെന്തക്കോസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ നിന്നിരുന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചു, കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം എന്റെ മുടിയെല്ലാം നീട്ടി വളർത്തി, കാതിൽ ഒരു കുരിശൊക്കെ തൂക്കി, മുടിയെല്ലാം 2 സൈഡിലും കൂടി 6 ചിലപ്പൊക്കെ ചരച്ച് ആ ഒരു സ്റ്റൈലിൽ ഞാൻ നിൽക്കുകയാണ്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ ദേഷ്യം കണ്ടപ്പോൾ പെട്ടെന്ന് തമ്പിച്ചായനകത്തുനിന്ന് പുറത്തേക്ക് വന്ന് എനിക്ക് കൈ തന്നു, പ്രൈസ്തലോട് പറഞ്ഞു, അദ്ദേഹത്തേക്ക് കയറിപ്പോയി. ഒന്ന് ഞാൻ പറയട്ടെ, ആ സമയം എന്റെ കൈ ഷെയ്ക്കാകുന്നത്, ആ ഷിവറിങ് എന്റെ ദേഹത്തേക്ക് കടന്നു. എന്റെ ദേഹം മുഴുവൻ വിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഒരു പ്രൈസ്തലോട് പറഞ്ഞാൽ ആ പ്രൈസ്തലോടിന്റെ പവർ ഒന്ന് തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പ്രൈസ്തലോട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് ആത്മാർത്ഥത്തോടെ പറയണം. തമ്പിച്ചായൻ എന്ന് പറഞ്ഞ പ്രൈസ്തലോട് എന്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു പ്രൈസ്തലോടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനമേ, സ്തുതിക്കുമ്പോൾ അതൊരു വിടുതലായി മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ പറയട്ടെ, ഈ ദൈവം എന്നെ വീണ്ടെടുത്തു, അവിടെ കൊണ്ടുവന്നു എന്നെനിക്ക് അന്നും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം നേരം വെളുത്തു, ഞായറാഴ്ചയായി, എനിക്ക് കുർബാന കാണാൻ പള്ളി പോകേണ്ടി വന്നു. അതിനെ തുടർന്ന് ഞാൻ അതിനുശേഷം വീണ്ടും ഒരു സിനിമ കണ്ട് മടങ്ങി വന്ന് ഞാൻ അടുത്ത സ്കൂളിലെ സ്റ്റുഡൻസിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. തുടർന്നും ഞാൻ ചെയ്തൊരു കാര്യം, അവിടെ നിന്നും അവരോടുകൂടെയൊക്കെ നടന്നു. അവരോട് സുവിശേഷം പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പിറ്റേ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരമായപ്പോൾ പാസ്റ്റർ